നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉരുളെടുത്ത ഭൂമിയിൽ സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി, ഒപ്പം ഗവർണറും മുഖ്യമന്ത്രിയും ദുരിതബാധിതരെ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു. മോദി എത്തിയത് എയർ ഇന്ത്യ 1 വിമാനത്തിൽ കണ്ണൂരിൽ. മത്സ്യബന്ധനത്തിനിടെ അപകടം, മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് എട്ടിക്കുളത്തെ നാസർ. അഴിമുഖത്ത് അപകടത്തിൽ 2 പേർ നീന്തിക്കയറി. കരാത്തെ ചാമ്പ്യൻഷിപ്പ് കണ്ണൂരിൽ. ലക്ഷ്യം വിദ്യാർത്ഥികളിൽ മാനസികവും ശാരീരികവുമായ മാറ്റങ്ങൾ കൊണ്ടുവരിക. യുവതലഹരിയുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ കരാത്തെ പഠിക്കണമെന്നും പരിശീലകർ. വാർത്തകൾ വിശദമായി. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച രാവിലെ 11:10 വ്യോമസേനയുടെ എയർ ഇന്ത്യ 1 വിമാനത്തിലാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തി. ശേഷം പ്രധാനമന്ത്രി വ്യോമസേന ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലേക്ക് തിരിച്ചത്. ഗവർണർക്കും മുഖ്യമന്ത്രിക്കുമൊപ്പം കെ ശൈലജ ടീച്ചർ, MLA, ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ, സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ, AP അബ്ദുള്ളക്കുട്ടി, CK പത്മനാഭൻ, PK കൃഷ്ണദാസ് തുടങ്ങിയവർ ചേർന്ന് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ അനുഗമിച്ചു. സ്വീകരണത്തിന് ശേഷം 11:17 പ്രധാനമന്ത്രി വ്യോമസേന ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് തിരിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവർ അതേ ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സ്വദേശ് മെഗാ ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു. ഗവൺമെന്റ് TTI മെന്നിൽ KPSTA ജില്ലാ പ്രസിഡന്റ് UK ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ പങ്കെടുക്കുന്നത് സ്കൂൾ തലത്തിൽ നടന്ന മത്സരത്തിൽ വിജയിച്ച കുട്ടികളാണ് ഇവിടെ ഉപജില്ലാ തലത്തിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടെ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്ന 2 കുട്ടികൾക്ക് ജില്ലാ തലത്തിൽ നടക്കുന്ന മത്സരത്തിൽ, അതോടൊപ്പം തന്നെ അവിടെ വിജയിക്കുന്ന ഓരോ വിഭാഗത്തിൽപ്പെട്ട 2 കുട്ടികൾക്ക് സംസ്ഥാന തലത്തിൽ നടക്കുന്ന മത്സരത്തിലും പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ എല്ലാ കുട്ടികളെയും പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മത്സരം സംഘടിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യ സമര ചരിത്രം വിഷയമാക്കി സ്കൂൾ തലം മുതൽ ആരംഭിച്ച് സംസ്ഥാന തലത്തിൽ അവസാനിക്കുന്നതാണ് സ്വദേശ് മെഗാ ക്യൂസ് മത്സരം. LP തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വിജയികൾക്ക് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും മത്സരങ്ങൾ ഉണ്ടാകും. TTI മെൻ, BRC ഹാൾ എന്നിവിടങ്ങളിലാണ് ഉപജില്ലാതല മത്സരങ്ങൾ നടന്നത്. KPSTA കണ്ണൂർ നോർത്ത് ഉപജില്ലാ പ്രസിഡന്റ് K മുകേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KK അനീശൻ, മഹേഷ് ചെറിയാണ്ടി, വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി വിനോദ് പരിയാരം, ജില്ലാ വൈസ് പ്രസിഡന്റ് K വിജയശ്രീ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK സഹീർ, ഉപജില്ലാ സെക്രട്ടറി CP അഭിലാഷ്, ട്രഷറർ അബ്ദുൾ സമദ് എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ KP ശ്രീനിത്, K സുരേഷ്, KP ശ്രീകുമാർ, PK സഹീർ എന്നിവർ മത്സര പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചേരിചേരാ നയം എന്ന വിഖ്യാതമായ വിദേശ നയം ആവിഷ്കരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആരാണ്? മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഭാരതീയ അഭിഭാഷക പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകൾ ഉൾപ്പെടുന്ന ഉത്തരമേഖലാ നിയമപഠന ശിബിരം മഹാത്മാ മന്ദിരത്തിൽ നടന്നു. ശിബിരം കേരള ഹൈക്കോടതി ജഡ്ജി ഡോക്ടർ കൗസർ എടപ്പകത്ത് ഉദ്ഘാടനം ചെയ്തു. Read the decisions of the Supreme Court on DNA banks. We have extensively dealt in TP Chandrasekhar's case. That chain of custody from the beginning to end, that is from taking sample to the packing, labeling, sending, opening, conducting tests till the result, chain of custody has to be unbroken and indicted. It's all judgment law so far. But now it has become a written law in the new evidence act. And scope of secondary evidence has been widened in section 58. Secondary evidence now includes oral admissions, written admissions, and
and evidence given by a person who is skilled in examining certain documents which are technical or voluminous. Even secondary evidence is admissible, and voluminous which cannot be conveniently be brought to the court. അഭിഭാഷക പരിഷത്ത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. കേരള ബാർ കൗൺസിൽ മുൻ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KK ബൽറാം, കണ്ണൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കസ്തൂരി സഹദേവൻ, ILC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV മനോജ് കുമാർ, IAL കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P അജയകുമാർ, KCA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് PV പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് PP സന്ദീപ് കുമാർ, അഡ്വക്കേറ്റ് C ദീപക് തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, സിവിൽ നിയമങ്ങളുടെ നടപ്പാക്കൽ എന്നീ വിഷയങ്ങളിൽ ഹൈക്കോടതി ജഡ്ജി ഡോക്ടർ കൗസർ എടപ്പകത്ത്, കേരള ഹൈക്കോടതി മുൻ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ അഡ്വക്കേറ്റ് P വിജയകുമാർ എന്നിവർ ക്ലാസ് എടുത്തു. മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥി സംഘടനയായ മടപ്പള്ളി ഓർമ്മ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1ാം ഗഡുവായി 1.5 ലക്ഷം രൂപ കൈമാറി. വയനാട്, വിലങ്ങാട് പ്രദേശങ്ങളിലെ ദുരിതബാധിതർക്ക് വേണ്ടി സ്വരൂപിച്ച തുക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് കൈമാറിയത്. മടപ്പള്ളി ഓർമ്മ കൂട്ടായ്മയുടെ ഒന്നാം ഘടുവായിട്ടുള്ള സംഖ്യയാണ് നമ്മൾ ഇന്ന് കൈമാറുന്നത്. കൂടുതൽ തുക നമുക്ക് സമാഹരിക്കാൻ കഴിയുമെന്നും അത് ഉടനെ തന്നെ കൈമാറാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ തുക വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ നമ്മുടെ അടുത്ത പ്രദേശമായിരിക്കുന്ന വിലങ്ങാട് ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ കൈകളിലേക്ക് എത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഇന്നിവിടെ ഈ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ഈ പരിപാടിയിൽ വെച്ച് നമ്മൾ ഈ തുക നമ്മുടെ ബഹുമാനായ മന്ത്രിക്ക് കൈമാറുകയാണ്. കൂടുതൽ തുക നമുക്ക് കൈമാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ മുഖ്യാതിഥിയായി. മടപ്പള്ളി ഓർമ്മ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് PK മനോജ് കുമാർ, ട്രഷറർ സന്തോഷ് കുറ്റിയിൽ, കോർഡിനേറ്റർ TT മോഹനൻ, വൈസ് പ്രസിഡന്റ് സന്തോഷ് മുല്ലപ്പള്ളി, PK ബബിത, MC സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ ഫണ്ട് സ്വരൂപിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് സംഘടന ലക്ഷ്യമിടുന്നത്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉരുളെടുത്ത ഭൂമിയിൽ സന്ദർശനം നടത്തി പ്രധാനമന്ത്രി, ഒപ്പം ഗവർണറും മുഖ്യമന്ത്രിയും ദുരിതബാധിതരെ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു. മോദി എത്തിയത് എയർ ഇന്ത്യ 1 വിമാനത്തിൽ കണ്ണൂരിൽ. മത്സ്യബന്ധനത്തിനിടെ അപകടം, മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് എട്ടിക്കുളത്തെ നാസർ. അഴിമുഖത്ത് അപകടത്തിൽ 2 പേർ നീന്തിക്കയറി. കരാത്തെ ചാമ്പ്യൻഷിപ്പ് കണ്ണൂരിൽ. ലക്ഷ്യം വിദ്യാർത്ഥികളിൽ മാനസികവും ശാരീരികവുമായ മാറ്റങ്ങൾ കൊണ്ടുവരിക. യുവതലഹരിയുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ കരാത്തെ പഠിക്കണമെന്നും പരിശീലകർ. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലും മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, Emmo Road, Thrissur. വാർത്തയിലേക്ക്. കണ്ണൂരിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് അപകടത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചു. എട്ടിക്കുളം സ്വദേശി നാസറാണ് മരിച്ചത്. വള്ളത്തിലുണ്ടായിരുന്ന 2 പേർ നീന്തി രക്ഷപ്പെട്ടു. കണ്ണൂർ രാമന്തളി പാലക്കോട് കടലിൽ വെച്ചാണ് മത്സ്യബന്ധന വള്ളം മറിഞ്ഞത്. അപകടത്തിൽ എട്ടിക്കുളം സ്വദേശി നാസറാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെ 6:30 അഴിമുഖം ഭാഗത്തായിരുന്നു അപകടം. വള്ളത്തിലുണ്ടായിരുന്ന 2 പേർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. മൃതദേഹം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരുടെ മക്കൾക്കുള്ള അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. ജവഹർ ലൈബ്രറി ഹാളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും നിങ്ങൾ സംഘടനാ പ്രവർത്തനത്തോടൊപ്പം ആ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഒരു കുടുംബജീവിതത്തിൻ്റെ സ്നേഹസ്പർശം കൂടി ഉണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എന്ന് ഇതുപോലെ നിരവധി പരിപാടികൾ കേരളത്തിൽ നടക്കുകയാണ്. SSLC +2 പരീക്ഷയിൽ ഈ ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള പൊതുവിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിദ്യാഭ്യാസ രംഗത്ത് ഏതെല്ലാം നേരെ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്നതിനെക്കുറിച്ചുള്ള വിഷയങ്ങളിൽ അവഗാഢമായ പരിചയത്തിന് ശേഷമാണ് പൊതുവിദ്യാഭ്യാസ നയത്തിൽ കൊണ്ടുവന്നത്. ആ പൊതുവിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാങ്കേതിക ഭൗതിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തും. കൃത്യസമയത്ത് പാഠപുസ്തകം എത്തിച്ചു കൊടുക്കുക, കുട്ടികളുടെ ആരോഗ്യ പരിപാലനം, ഭക്ഷണം. ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി വിനോദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി MM മനോഹരൻ, ടി തമ്പാൻ, കെ ദീപ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി KV പ്രജീഷ്, NK ശ്യാമള തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായിരുന്ന KJ ജോർജ് ഫ്രാൻസിസിന്റെ 4ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. കണ്ണൂർ പോലീസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പല നിലപാടുകളും സമീപനങ്ങളും വീക്ഷണങ്ങളും പഠിക്കുന്നവരാണ് തീർച്ചയായിട്ടും പോലീസ് സേനയിൽ. ആ പല തലങ്ങളിൽ നിൽക്കുമ്പോഴും ഒരു മനസ്സോടുകൂടി സാമൂഹ്യമായിട്ടുള്ള ഔദ്യോഗികമായ ഉത്തരവാദിത്വങ്ങൾ പുരോഗമിച്ചു വന്നിട്ടുള്ളവരാണ് കേരളത്തിലെ പോലീസിന്. വിശേഷിച്ചും കേരളത്തിലെ പോലീസിന് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ, പരിഹാസങ്ങൾ ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഔദ്യോഗിക വിഭാഗമാണ് പോലീസ് എന്ന് പറയുന്നത്. പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മളത് മനസ്സിലാക്കും. ഇങ്ങനെ ഒരു പരിഹാസ കഥാപാത്രങ്ങളായി പോലീസിനെ മാറ്റും. ആളുകളെ ചിരിപ്പിക്കുന്ന ഒന്ന് ആയിട്ട് പോലീസിനെ അവതരിപ്പിക്കുന്നതാണ് നാടകത്തിലായാലും ഒരു കാലം വരെയുള്ള സിനിമകളിലൊക്കെ ആയാലും നമ്മൾ കണ്ടുവന്നിരുന്നൊരു പോലീസ് കഥാപാത്രങ്ങളാണ്. ചടങ്ങിൽ വയനാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ ആശ്രിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് KPPA കണ്ണൂർ ജില്ലാ കമ്മിറ്റി 2 ലക്ഷം രൂപ കൈമാറി. OV ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. സുരേന്ദ്രൻ തിരുവോത്ത്, സുദർശനകുമാർ MM, KV കൃഷ്ണൻ, KV മുഹമ്മദ് അഷ്റഫ്, N ചന്ദ്രൻ, രമേശൻ വെള്ളോറ, P രവി തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ മേഖലാ കമ്മിറ്റിയും മേഖലാ ആർട്സ് ക്ലബ്ബും സംയുക്തമായി ജില്ലാതല ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. താവക്കര GUP സ്കൂളിൽ നടന്ന പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം പ്രജിത്ത് കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് രാകേഷ് ആയിക്കര അധ്യക്ഷത വഹിച്ചു. സത്യനാഥ് പവിത്രൻ, മൊണാലിസ, ചന്ദ്രൻ മാവിച്ചേരി, PP ജയകുമാർ, വത്സൻ അഴീക്കോട്, സുധർമ്മൻ പെർലശ്ശേരി, പ്രകാശ് സാഗർ തുടങ്ങിയവർ സംസാരിച്ചു. ജപ്പാൻ കരാത്തെ ഡോക് NURU ഇന്ത്യൻ ഇന്റർ ജോഡോ കരാത്തെ ചാമ്പ്യൻഷിപ്പ് സിറ്റി മുസ്ലിം ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഒരു ജനതയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് പ്രിയപ്പെട്ട മക്കൾ. ആ മക്കൾക്ക് ബൗദ്ധികമായും ശാരീരികമായുമുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം. ഓരോ കുട്ടികളും ഉറക്കിടക്കുന്ന പ്രതിഭകൾ വ്യത്യസ്തമാണ്. പങ്കെടുത്ത കുട്ടികൾക്ക് ഈ ഡോജോ കരാട്ടയെ ബന്ധപ്പെട്ടുകൊണ്ട് പങ്കെടുക്കണമെന്ന്
താല്പര്യം അതിനുള്ളവരെ മറ്റു ചില ഫുട്ബോളായിരിക്കും, വോളിബോളായിരിക്കും, ക്രിക്കറ്റായിരിക്കും, സ്പോർട്സിൻ്റെ മറ്റ് പലതരത്തിൽ ചില മക്കൾക്ക് അവരുടെ മനസ്സിൽ കലാസാംസ്കാരികബോധമായി പാട്ട് പാടുന്നവരും നൃത്തം ചവിട്ടുന്നവരും അഭിനയിക്കുന്നവരും പ്രസംഗിക്കുന്നവരും എഴുതുന്നവരും എല്ലാമുണ്ട്. അതുകൊണ്ട് സമൂഹം എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ ഭാവഹവാദികൾ. കണ്ണൂർ കോർപ്പറേഷൻ ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സയ്യിദ് സിയാദ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് ബംഗാളി മൊഹല്ല, ബെത്തിലപ്പള്ളി ഡിവിഷൻ കൗൺസിലർ അസീമ CH, ഷംസീർ CH, ഇന്റർനാഷണൽ മാർഷൽ ആർട്സ് അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ സുഗന്ധൻ NK, ഇൻഡോ നിപ്പോൺ കരാട്ടെ അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ റസീം PK, സെൻ കരാട്ടെ അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ സുശാന്ത്, ഈസ്റ്റ് മണ്ഡലം INC പ്രസിഡന്റ് മുഹമ്മദ് ഷിബിൽ K, സ്നേഹസല്ലാപം ചാരിറ്റബിൾ ട്രസ്റ്റ് ഫൗണ്ടർ അബിയുൽ കെനിറിയു കരാട്ടെ അക്കാദമി ജോയിന്റ് സെക്രട്ടറി MC അബ്ദുൽ ഖല്ലാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ചീഫ് ഇൻസ്ട്രക്ടർ നൌഫൽ ഗുരുക്കൾ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മധ്യപ്രദേശിൽ നടന്ന നാഷണൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ KC ഷഹനവാസിനെ ആദരിച്ചു. ജപ്പാൻ കരാട്ടെ കെനറി ഇന്ത്യ ജപ്പാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു കരാട്ടെ അസോസിയേഷനാണ്. അതിൽ ഗ്രാൻഡ് മാസ്റ്ററായി ജപ്പാനിലുള്ള ഒസാക്കയിലുള്ള സോക്കെ ഐക്കോ തൊമേരിയാണ് ഗ്രാൻഡ് മാസ്റ്റർ. അതോടൊപ്പം ഏഷ്യൻ ചീഫ് ക്യോഷി ഗിരീഷ് പെരുന്തട്ട അവരുകളാണ്. സ്റ്റേറ്റ് ഓർഗനൈസറായി ഞാൻ കേരളത്തിൻ്റെ ഇൻചാർജ് എനിക്കാണ്. കണ്ണൂർ ജില്ലാ ചീഫ് ഇൻസ്ട്രക്ടർ ആൻഡ് എക്സാമിനറാണ്. കഴിഞ്ഞ 4 വർഷമായി ഈ അക്കാഡമി കെനറിയു കരാട്ടെ അക്കാദമി കണ്ണൂർ ഡിസ്ട്രിക്ട് കഴിഞ്ഞ 4 വർഷമായി ഇൻ്റർ ഡോജോ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടത്തി വരുന്നു. നമ്മുടെ അക്കാദമിയിൽ കളിക്കുന്ന കുട്ടികളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ വർഷവും നടത്തി വരാറുള്ള ഇൻ്റർ ഡോജോ ചാമ്പ്യൻഷിപ്പ് ഈ ഓഗസ്റ്റ് 10-11 തീയതികളിൽ മുസ്ലിം ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. 200-ൽ പരം കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ചാമ്പ്യൻഷിപ്പ് ഇന്നിവിടെ അരങ്ങേറിയിട്ടുള്ളത്. ഇന്നും നാളെയുമാണ് ചാമ്പ്യൻഷിപ്പ്. വിവിധ കാറ്റഗറിയിലായി 5 വയസ്സ് മുതൽ 38-40 വയസ്സിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാളും ഇത്തവണ നല്ലൊരു ആവേശത്തോടു കൂടിയിട്ടാണ് ഈ മത്സരം നടത്തുന്നത്. ഇത്തരം മാർഷൽ ആർട്സിലൂടെ ആയോധന കലയിലൂടെ വാർത്തെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. ലഹരിയിലേക്കും മറ്റുള്ള അനാവശ്യ ചിന്തകളിലേക്കും കൂട്ടുകെട്ടിലേക്കും വഴിതെറ്റിപ്പോകാതെ നല്ല ആരോഗ്യമുള്ള കരുത്തുള്ള യുവതി യുവാക്കളായി മാറ്റുക. എന്തൊരു വിഷയത്തിലും സ്വന്തം തീരുമാനം കൊണ്ട് ഏതൊരു തീരുമാനം സധൈര്യം എടുക്കാനുള്ള ആ ഒരു ചുറ്റുപാടിലേക്ക് കുട്ടികളെ വാർത്തെടുക്കുക. അതുപോലെ തന്നെ സ്കൂൾ ഗെയിംസ് തലത്തിലും ഗ്രേസ് മാർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കരാട്ടെ മേഖലയിൽ. അതിലുപരി നല്ലൊരു ജനതയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കെനറി കരാട്ടെ അക്കാദമി ഇവിടെ ക്ലാസുകൾ നടത്തിക്കൊണ്ടിരുന്നത്. കില മുൻ ഡയറക്ടർ ഡോക്ടർ PP ബാലൻ രചിച്ച അധികാര വികേന്ദ്രീകരണം മുമ്പേ നടക്കുന്ന കേരളം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ എന്നിവ സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മുൻ മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ പ്രകാശന കർമ്മം നിർവഹിച്ചു. ചപ്പാരപ്പടവ് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിക്കൊണ്ടാണ് ഈ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെയും ജനകീയ ആസൂത്രണത്തിന്റെയും ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള ആസൂത്രണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന്റെയും ഭാഗമായിട്ട് പ്രായോഗിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ചപ്പാരപ്പടവിൽ നിന്നാണ് ആരംഭിച്ചത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുന്നണി ഗവൺമെന്റ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നാനാരുടെ നേതൃത്വത്തിലാണ് ജനകീയ ആസൂത്രണവും അധികാര വികേന്ദ്രീകരണവും ചേർത്തുകൊണ്ടുള്ള
ജനകീയ പദ്ധതി കേരളം വിഭാവന ചെയ്യുന്ന രീതിയിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയത്. ആ തുടങ്ങിയ സന്ദർഭത്തിലാണ് ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ, മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ, ഡോക്ടർ എം സത്യൻ, പുസ്തകരചയിതാവ് ഡോക്ടർ പി ബാലൻ, ടി കെ അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാർ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം വീണ്ടും തുടരുന്നു എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് MSFന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് തസ്ലീം അടിപ്പാലത്തിന് നേരെ നടന്ന ആക്രമണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയും ജനറൽ സെക്രട്ടറി KT സഹദുള്ളിയും ആരോപിച്ചു. പരിക്കുപറ്റി ആശുപത്രിയിൽ കഴിയുന്ന തസ്ലീമിനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. MSFന്റെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് തസ്ലീം അടിപ്പാലത്തെ കടന്നപ്പള്ളി ഹൈസ്കൂളിൽ വെച്ച് പുറത്തു നിന്ന് വന്നിട്ടുള്ള DYFIയുടെയും CIVTയുടെയും ആളുകൾ അതിക്രൂരമായി മർദ്ദിച്ച് മാരകമായിട്ടുള്ള പരിക്ക് പറ്റി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഉച്ചയ്ക്ക് പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം പ്രസ്തുത സ്കൂളിലെ കുട്ടികളെ SFIക്കാരായിട്ടുള്ള ആളുകൾ തടഞ്ഞു വെച്ച വിവരം അറിഞ്ഞിട്ടാണ് തസ്ലീം സ്കൂളിലെത്തുന്നത്. എന്നാൽ തസ്ലീമിനെ പുറത്ത് നിന്ന് വന്ന് വളരെ ക്രൂരമായി ആക്രമിക്കുകയാണ് ചെയ്തത്. ഹെൽമറ്റ് കൊണ്ടും മറ്റ് മാരകമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ടും വളരെ ക്രൂരമായി മർദ്ദിക്കുകയും തൽഫലമായി പരിക്കുപറ്റുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നടന്ന പരിപാടിയിൽ പങ്കെടുത്ത MSFന്റെ കുട്ടികളെ കടന്നപ്പള്ളി ഹൈസ്കൂളിൽ തടഞ്ഞുവെച്ചതറിഞ്ഞ് അവിടെ എത്തിയ തസ്ലീം അടിപ്പാലത്തിന് നേരെയാണ് പുറത്തുനിന്ന് വന്ന SFI ഗുണ്ടകൾ ഹെൽമറ്റും മാരകായുധങ്ങളുമായി അക്രമമഴിച്ചു വിട്ടത്. മാരകമായി പരിക്കേറ്റ തസ്ലീമിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിയാരം മെഡിക്കൽ കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIയുടെ 28 വർഷത്തെ കുത്തക തകർത്തുകൊണ്ട് MSF KSU മുന്നണി നേടിയ വലിയ വിജയത്തിന് ചുക്കാൻ പിടിച്ച MSFന്റെ ജില്ലാ നേതാക്കളിൽ ഒരാളാണ് തസ്ലീം അടിപ്പാലം. അതുകൊണ്ട് തന്നെ തസ്ലീമിനെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു SFIക്കാർ കടന്നപ്പള്ളി ഹൈസ്കൂളിൽ കയറി വന്ന് അക്രമമഴിച്ചു വിട്ടത്. പോലീസ് എത്തിയതുകൊണ്ടാണ് തസ്ലീം പരിക്കുകളോടെയെങ്കിലും രക്ഷപ്പെട്ടത്. ഈ അക്രമ സംഭവങ്ങളിൽപ്പെട്ട ചിലരെ പോലീസ് പിടികൂടിയെന്നാണ് അറിഞ്ഞത്. പോലീസ് പിടികൂടിയ പ്രതികളെ CPM സമ്മർദ്ദത്തിന്റെ ഫലമായി വിട്ടയക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും അറിയുന്നു. പോലീസ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്നും അക്രമത്തിന് ഉത്തരവാദികളായ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ ഉറപ്പാക്കാൻ പോലീസ് അധികാരികൾ തയ്യാറാവണമെന്നും അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് അതിശക്തമായി പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകേണ്ടി വരുമെന്നും നേതാക്കൾ പറഞ്ഞു. പരിക്കുപറ്റി ആശുപത്രിയിൽ കഴിയുന്ന തസ്ലീമിനെ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, ജനറൽ സെക്രട്ടറി KT സഹദുള്ള, വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ, മുസ്ലിം ലീഗ് നേതാക്കളായ SKP സ്കറിയ, ഷിഹാബ് ആലക്കോട്, ഫൈസൽ കുഞ്ഞിമംഗലം, ഷുക്കൂർ പരിയാരം എന്നിവർ സന്ദർശിച്ചു. കേരള എയ്ഡഡ് സ്കൂൾ ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷനും യാത്രയയപ്പ് സമ്മേളനവും തളാപ്പ് ചെങ്ങിനിപ്പടി UP സ്കൂളിൽ നടന്നു. മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ശുദ്ധമായുള്ള ശബ്ദങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ അതിൽ നിന്ന് പോകേണ്ടത്. അതോടൊപ്പം ഓരോ സംഘടനകളും അതുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക അവകാശങ്ങൾക്കായി കൂട്ടമായി പ്രയത്നിച്ചാൽ മാത്രമേ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കൂ. ഭിന്നിച്ച് നിൽക്കുന്നതിന് പകരം അത്തരം കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കുവാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ റിട്ടയർമെന്റ് ചെയ്യുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത കാലഘട്ടത്തിൽ, അവരുടെ സർവീസ് കാലഘട്ടത്തിൽ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ജയിച്ചാൽ മരിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ സർവീസിൽ കയറിയാൽ റിട്ടയർമെന്റ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ റിട്ടയർമെന്റ് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ നമുക്കറിയും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് ആ സമയം മാറുമ്പോഴേക്കും സ്വയം സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പ്രാപ്തരാകും എന്നുള്ളതാണ്. വിരമിച്ച ജീവനക്കാർക്കും പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കും ഉപഹാരങ്ങൾ നൽകി. ജില്ലാ പ്രസിഡന്റ് സുധീർ ബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KM ബാലകൃഷ്ണൻ നമ്പൂതിരി, KN രാജു, OK രവീന്ദ്രൻ, KK നാസർ, EMP ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 20 രൂപ കൂടി. 1 ഗ്രാം സ്വർണം 6445, പവന് 51,560 രൂപ, വെള്ളി 88 രൂപ. കാലാവസ്ഥ.
സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതകൾ മുന്നിൽ കണ്ട് അപകട മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് അറിയിപ്പ്. ഓഗസ്റ്റ് 13 മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് സ്വകാര്യ കാലാവസ്ഥാ ഏജൻസികളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തീവ്രമഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ബുധനാഴ്ച വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ശനിയാഴ്ച പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ച പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും വയനാട്, കോഴിക്കോട്, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കോട്ടയം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഞായറാഴ്ച മുതൽ ബുധനാഴ്ച വരെ തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉരുളെടുത്ത ഭൂമിയിൽ സന്ദർശനം നടത്തി പ്രധാനമന്ത്രി, ഒപ്പം ഗവർണറും മുഖ്യമന്ത്രിയും. ദുരിതബാധിതരെ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു. മോദി എത്തിയത് എയർ ഇന്ത്യ 1 വിമാനത്തിൽ കണ്ണൂരിൽ. മത്സ്യബന്ധനത്തിനിടെ അപകടം, മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് എട്ടിക്കുളത്തെ നാസർ. അഴിമുഖത്ത് അപകടത്തിൽ 2 പേർ നീന്തിക്കയറി. കരാത്തെ ചാമ്പ്യൻഷിപ്പ് കണ്ണൂരിൽ. ലക്ഷ്യം വിദ്യാർത്ഥികളിൽ മാനസികവും ശാരീരികവുമായ മാറ്റങ്ങൾ കൊണ്ടുവരിക. യുവതലഹരിയുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ കരാത്തെ പഠിക്കണമെന്നും പരിശീലകർ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.